എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്നുള്ള സബ്ജക്റ്റിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷനിങ് റൂൾസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മളൊരു ഫിഗർ വരച്ചാൽ അതിന് എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, ഡയമെൻഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരുപാട് റൂളുകൾ പാലിക്കേണ്ടതുണ്ട്. ആ റൂൾസുകൾ എന്തെല്ലാമാണ്, അതേപോലെ ഡയമെൻഷനിങ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എലമെൻസുകൾ ഏതെല്ലാമാണ്, ആ എലമെൻറ്റ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം റൂൾസുകളാണ് പാലിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയമെൻഷൻ ലൈൻ വരയ്ക്കുമ്പോൾ മെയിനായിട്ട് വരുന്ന എലമെൻസുകളാണ് പ്രൊജക്ഷൻ ലൈന്, ഡയമെൻഷൻ ലൈന്, ലീഡർ ലൈൻ, ഡയമെൻഷൻ, ഇവയെല്ലാം. അപ്പോൾ നമുക്ക് ഇവ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായി പറഞ്ഞു പ്രൊജക്ഷൻ ലൈൻ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൽ നിന്ന് വരയ്ക്കുന്ന ആ ലൈനിനെ പെർപെൻഡിക്കുലറായിട്ട്, ആ ഒബ്ജക്റ്റിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ആ ലൈനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുക. കണ്ടിന്യൂസ് തിൻ ലൈനായിട്ടാണ് നമ്മൾ വരയ്ക്കുക, കട്ടി കുറഞ്ഞ് ലൈനായിട്ടാണ് നമ്മൾ പ്രൊജക്ഷൻ ലൈന് വരയ്ക്കുക. അപ്പോൾ ഈ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുമ്പോൾ എവിടെയാണ് നമ്മളെ ഡയമെൻഷൻ ലൈൻ ഉള്ളത്, അതിൽ നിന്ന് കുറച്ചും കൂടി അകലത്തിലായിരിക്കും, അതായത് കുറച്ചും കൂടി നീളം കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കാറ്, ഈ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാറ്. അത് ഒരു പ്രൊജക്ഷൻ ലൈനിൻ്റെ റൂളാണ്. ഡയമെൻഷൻ ലൈൻ എവിടെയുണ്ട് അതിൽ നിന്ന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ എന്ത് വരയ്ക്കും, പ്രൊജക്ഷൻ ലൈന് വരയ്ക്കും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുക. ചിലപ്പോഴും എല്ലാം നമ്മൾ ഇനിയിപ്പോൾ ചെരിച്ച് വരച്ചാലും എന്ത് ചെയ്യും, രണ്ട് ലൈനുകളുണ്ടാവും. നമ്മളൊരു ഡയമെൻഷൻ ചെയ്യുമ്പോൾ രണ്ട് പ്രൊജക്ഷൻ ലൈൻ ഉണ്ടാവും. അങ്ങനെ രണ്ട് പ്രൊജക്ഷൻ ലൈൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ചെരിച്ച് വരയ്ക്കുകയാണെങ്കിൽ ആ രണ്ട് പ്രൊജക്ഷൻ ലൈനും എന്തായിരിക്കും, പാരലായിട്ടാവും വരയ്ക്കുക. അതേപോലെ പ്രൊജക്ഷൻ ലൈനിനും വരുന്ന മറ്റൊരു റൂളാണ് എന്ത്, അവ ബാക്കിയുള്ള ലൈനുകൾ, ഒബ്ജക്റ്റിൻ്റെ ലൈൻസിനെ, അതേപോലെ തന്നെ നമ്മളെ ഡയമെൻഷൻ ലൈനിനെ, മറ്റ് പ്രൊജക്ഷൻ ലൈനുകളെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ക്രോസ് ചെയ്യാൻ പാടില്ല. പരമാവധി എന്ത് ചെയ്യണം, ഡയമെൻഷൻ ലൈനെയും പ്രൊജക്ഷൻ ലൈൻസിനെയും ഒന്നും ക്രോസ് ചെയ്യാതെ വേണം നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് മെയിനായിട്ട് പ്രൊജക്ഷൻ ലൈൻസിൽ വരുന്നത്. അടുത്തായിട്ട് വരുന്നതാണ് ഡയമെൻഷൻ ലൈൻസ് എന്നുള്ളത്. ഡയമെൻഷൻ ലൈൻസ് എന്ന് പറഞ്ഞാലും എന്താണ്, കണ്ടിന്യൂസ് തിൻ ലൈൻസ് തന്നെയാണ്. അപ്പോൾ ഇവ നമ്മൾ എന്താണ്, ഇവയ്ക്ക് വരുന്ന റൂൾസും എന്താണ്, നമ്മൾ ആദ്യം പ്രൊജക്ഷൻ ലൈനിന് പറഞ്ഞ പോലെ തന്നെ ഇവ മറ്റ് ഡയമെൻഷൻ ലൈൻസിനെയും പ്രൊജക്ഷൻ ലൈൻസിനെയും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ക്രോസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ സെൻട്രൽ ലൈന്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഔട്ടർ ലൈന്, ഇവയൊന്നും ഡയമെൻഷൻ ലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഡയമെൻഷൻ ലൈൻസിൽ വരുന്നത്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു പ്രൊജക്ഷൻ ലൈന് ഏത് ഇമേജിൻ്റെ ഡയമെൻഷനാണ് നമ്മൾ ചെയ്യേണ്ടത്, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കും. അതിനെ നമ്മൾ എന്ത് പറയും, പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയും. അതിന് പാരലായിട്ട് ഏത് ഇമേജിൻ്റെ ഡയമെൻഷനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, അതിന് പാരലായിട്ട് ആ ഒറിജിനൽ ലൈന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനെ നമ്മൾ എന്ത് പറയും, ഡയമെൻഷൻ ലൈൻ എന്ന് പറയും. അടുത്തായിട്ട് വരുന്നത് എന്താണ്, ലീഡർ ലൈൻ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമേജിൽ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ലീഡർ ലൈൻ എന്നുള്ളത്. അപ്പോൾ എന്താണ്, ഇവ എന്തിനാണ്, ഇവ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു റൂളാണ് എന്ത്, നമ്മൾ ഇവ ഡയമെൻഷൻ ലൈൻ അതേപോലെ പ്രൊജക്ഷൻ ലൈൻ ഇവയ്ക്കൊന്നും പാരലായിട്ട് വരയ്ക്കില്ല. അത് എന്താ വെച്ചാൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവയൊന്നും പ്രൊജക്ഷൻ ലൈനും ഡയമെൻഷൻ ലൈനും പാരലായിട്ട് വരയ്ക്കില്ല. ഇങ്ങനത്തെ ലൈനുകളെ നമ്മൾ എന്ത് പറയും, ലീഡർ ലൈൻ എന്ന്. നമുക്കൊരു സർക്കിളിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ഒക്കെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ലീഡർ ലൈൻസ് മെയിനായിട്ടും ഉപയോഗിക്കാറ്. അടുത്ത് വരുന്നത് ഡയമെൻഷൻ ലൈൻ ടെർമിനേഷൻ എന്നാണ്. അതായത് നമ്മൾ ആരോസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡയമെൻഷൻ ലൈൻ ടെർമിനേഷനിൽ വരുന്നത്. അപ്പോൾ ആരോസിൻ്റെ റൂൾസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആരോസ് വരയ്ക്കുമ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്ന ലൈന് 1 സെൻറ്റിമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ എത്രയായിരിക്കും, 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ ആരോസ് വരയ്ക്കുക. അതായത് അതിൻ്റെ റേഷ്യോ ആണ് പറഞ്ഞത്, സെൻറ്റിമീറ്റർ എന്നുള്ളതല്ല, റേഷ്യോ ആണ്. ഹൊറിസോണ്ടലായിട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള എന്തായിരിക്കും, 1 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ. അടുത്തായിട്ട് വരുന്നത് ഡയമെൻഷനാണ്. നമ്മൾ മാർക്ക് ചെയ്യുന്ന അതിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് ഡയമെൻഷൻ. നമ്മൾ മെയിനായിട്ട് എന്നുള്ള യൂണിറ്റിൽ, മില്ലിമീറ്റർ എന്നുള്ള യൂണിറ്റിലാണ് ഡയമെൻഷൻസ് എല്ലാം മാർക്ക് ചെയ്യാറ്. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഡയമെൻഷനിങ്ങിൽ മെയിനായിട്ട് വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ് എന്നുള്ളതാണ്. നമുക്ക് ഈ ഡയമെൻഷനിങ് ഏതെല്ലാം രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് 3 മെത്തേഡുകളാണുള്ളത്: ചെയിൻ ഡയമെൻഷനിങ്, പാരലൽ ഡയമെൻഷനിങ്, കമ്പൈൻഡ് ഡയമെൻഷനിങ്.
അപ്പോൾ ആദ്യമായി ചെയിൻ ഡയമെൻഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെയിൻ ഡയമെൻഷനിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു ചെയിൻ വാല്യൂസിൽ നിന്ന് ചെയിനായിട്ട് ഡയമെൻഷൻ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഡയമെൻഷനിങ്ങിനെ നമ്മൾ എന്ത് പറയും, ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയും. ഇനി പാരലൽ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാലോ, അപ്പോൾ പാരലൽ ഡയമെൻഷനിങ്ങിൻ്റെ ഫിഗറാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് പാരലൽ ലൈൻസ് വരച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ഡയമെൻഷനിങ്ങിനെ നമ്മൾ എന്ത് പറയും, പാരലൽ ഡയമെൻഷനിങ് എന്ന് പറയും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്പൈൻഡ് ഡയമെൻഷനിങ് എന്ന് പറയുക. ഈ ചെയിൻ ഡയമെൻഷനിങ്ങിൻ്റെയും പാരലൽ ഡയമെൻഷനിങ്ങിൻ്റെയും കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്പൈൻഡ് ഡയമെൻഷനിങ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ ഒരു കമ്പൈൻഡ് ഡയമെൻഷനിങ്ങിൻ്റെ ഫിഗർ, ഒരു എക്സാമ്പിൾ കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഡയമെൻഷൻ വാല്യൂസ് ഓൺ ഡ്രോയിങ് എന്നുള്ളതാണ്. നമ്മൾ ആ വാല്യൂസ്, ഡയമെൻഷണൽ വാല്യൂസ് ഡ്രോയിങ്ങിൽ മാർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം റൂൾസുകളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി വരുന്ന ഒരു റൂളാണെന്ന് പറയുന്നത്, നമ്മൾ ഡയമെൻഷൻ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ലെങ്ത് ഉണ്ടാവും. ആ ഡയമെൻഷൻ ലൈനിൻ്റെ ഏകദേശം മിഡിലായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ വാല്യൂസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡയമെൻഷൻ ലൈനിൻ്റെ മിഡിലായിട്ട് വേണം ആ വാല്യൂസ് എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. അടുത്ത വരുന്ന റൂളാണ് എന്ത്, നമ്മൾ വാല്യൂസ് എഴുതേണ്ടത് എപ്പോഴും എന്തായിരിക്കണം, ഡയമെൻഷൻ ലൈനിൻ്റെ മുകൾ ഭാഗത്തായിരിക്കണം. ഡയമെൻഷൻ ലൈനിൻ്റെ മുകൾ ഭാഗത്ത് വേണം നമ്മൾ ആ ഡയമെൻഷൻ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ വരുന്നൊരു മറ്റൊരു റൂളാണ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ആ ഡയമെൻഷൻ ലൈനിന്മേൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിൽ വേണം മാർക്ക് ചെയ്യാൻ. അതേപോലെ എന്ത് ചെയ്യാൻ പാടില്ല, ഡയമെൻഷൻ ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു റൂളാണ് എന്ത്, നമുക്കത് വായിക്കാൻ കഴിയണം. നമ്മൾ ആ ഡയമെൻഷന് മാർക്ക് ചെയ്താൽ, ഫിഗറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടത്തിൽ നിന്നും അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും നോക്കുമ്പോൾ വായിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അടിയിൽ നിന്ന്, ആ ഫിഗറിൻ്റെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ വായിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഫിഗറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വായിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന റൂൾസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡിക്കേഷൻ ഓഫ് ഡയമീറ്റർ ഓൺ എ സർക്കിൾ എന്നുള്ളതാണ്. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ മാർക്ക് ചെയ്യുന്നതിനുള്ള വ്യത്യസ്ത റൂൾസുകൾ എന്തെല്ലാമാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ, നിങ്ങൾക്ക് ഇമേജിൽ കാണാൻ സാധിക്കും, ഓരോ വ്യത്യസ്ത സൈസിലുള്ള സർക്കിൾസ് കാണുന്നുണ്ട്. ഓരോ സൈസിനനുസരിച്ച് എന്ത് ചെയ്യും, വ്യത്യസ്ത റൂൾസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡയമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, വലിയ സൈസുള്ള സർക്കിളാണെങ്കിൽ ഒരു ടൈപ്പിലാണ് നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്യുക. ഇനി ചെറിയ സൈസുള്ളതാണെങ്കിൽ മറ്റൊരു ടൈപ്പ്. അപ്പോൾ നമ്മൾ ആ സർക്കിളിൻ്റെ സൈസ് അനുസരിച്ച് എന്ത് ചെയ്യും, വ്യത്യസ്ത റൂളുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഡയമീറ്റർ മാർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ആർക്കിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആർക്കിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്യാനുള്ള വ്യത്യസ്ത മെത്തേഡുകളാണ് ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ഫിഗറിൻ്റെ പുറത്തു നിന്നായിരിക്കും നമ്മൾ ആർക്ക് വരയ്ക്കുക, ചിലപ്പോൾ ഫിഗറിൻ്റെ അകത്ത് നിന്നായിരിക്കും. അപ്പോൾ ഓരോന്നിനും എന്താണ്, വ്യത്യസ്ത റൂളുകളാണ്. അപ്പോൾ ആ രീതിയിൽ ഓരോ ആർക്കിനുമുള്ള റൂളുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫിഗറാണ് ഇപ്പോൾ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ആംഗിൾ മാർക്ക് ചെയ്യുന്നതിന് എന്തുണ്ട്, ആംഗിൾ മാർക്ക് ചെയ്യുന്നതിനും വ്യത്യസ്ത റൂളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, വലിയ ആംഗിളാണ് എന്നുണ്ടെങ്കിൽ ഒരു റൂളാണ്, ചെറിയ ആംഗിൾ ആണെങ്കിൽ വേറെ റൂളാണ്. അപ്പോൾ ആ റൂൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇമേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു ഇമേജ് തന്നിട്ടുണ്ട്, ആ ഇമേജിൻ്റെ ഡയമെൻഷൻസും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഡയമെൻഷൻസ് എല്ലാം റൂൾസ് പ്രകാരമല്ല, അല്ലെങ്കിൽ അതിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഡയമെൻഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് ആ ഫിഗറിൻ്റെ ഡയമെൻഷൻ പുതുതായിട്ട് ചെയ്യണം. അപ്പോൾ ചെയ്യുന്ന ഡയമെൻഷൻസ് എല്ലാം എന്തായിരിക്കണം, റൂൾസ് പ്രകാരം, നമ്മൾ ഇപ്പോൾ പഠിച്ച റൂൾസ് പ്രകാരം ചേഞ്ച് ചെയ്തിട്ട് വേണം ആ ഡയമെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം തെറ്റായ ഇമേജിലേക്ക് നോക്കാം. തെറ്റായ ഇമേജിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്തുണ്ട്, ഒരു 20 എന്ന് പറഞ്ഞൊരു ഡയമെൻഷൻസും കാണാൻ സാധിക്കും, അതേപോലെ 130 എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളൊരു റൂൾ അവിടെ തെറ്റുന്നുണ്ട്. നമ്മൾ
പറഞ്ഞൊരു റൂളായിരുന്നു പ്രൊജക്ഷൻ ലൈനും ഡയമെൻഷൻ ലൈനും ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്ഷൻ ലൈനും ഡയമെൻഷൻ ലൈനും ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തെറ്റ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പുതിയ ഇമേജിൽ വരയ്ക്കുകയാണ്. അപ്പോൾ പുതിയ ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, 20 എന്നുള്ള ആ ഡയമെൻഷൻ വരയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു, 130 എന്ന ഡയമെൻഷൻ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഡയമെൻഷൻ ലൈനും പ്രൊജക്ഷൻ ലൈനും ക്രോസ് ചെയ്യുന്നില്ല. ആ റൂൾ എന്ത് ചെയ്യുന്നു, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്ന ഡയമെൻഷൻ ലൈനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സെൻട്രലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 20, 130 എന്നീ റീഡിങ്ങുകൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പഴയ ഇമേജിൽ, തെറ്റായ ഇമേജിൽ എന്ത് കാണാൻ സാധിക്കും, അവിടെ ഡയമീറ്റർ 35 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അത് ഡയമീറ്റർ അല്ല, ശരിക്കും എന്താണ്, റേഡിയസ് ആണ് 35 ഉള്ളത്. അതേപോലെ തന്നെ നമുക്കൊരു റൂളുണ്ട്, പരമാവധി എന്ത് ചെയ്യണം, റീഡിങ്ങുകളെല്ലാം ഇമേജിന് പുറത്ത് വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലീഡർ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ആ ഇമേജിൻ്റെ പുറത്തായിട്ട് എന്ത് ചെയ്യും, റേഡിയസ് 35 എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ. അതേപോലെ നമുക്കറിയാതെ ആ ഫിഗറിൻ്റെ ഇടത്തെ സൈഡിൽ എന്തുണ്ട്, 30, 45 എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരേ റൂൾ പ്രകാരമല്ല മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ റീഡിങ്ങുകളെല്ലാം ഫിഗറിൻ്റെ വലത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ചെയിൻ ഡയമെൻഷനിങ് രീതിയിലാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ 30, 25, 20 എന്നീ രീതികളിൽ നമ്മൾ ഡയമെൻഷന് മാറ്റി എഴുതും. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും എവിടുന്നാണ് ആ 25 എന്നുള്ള റീഡിങ് കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്, ആ ഇടത്തെ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 45 എന്നുള്ള റീഡിങ്ങും അതേപോലെ വലത്തെ സൈഡിൽ 20 എന്നുള്ള റീഡിങ്ങും. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 25 എന്നുള്ള ആ റീഡിങ് കിട്ടും. അപ്പോൾ കുറച്ച് കാൽക്കുലേഷനും ആ ഇമേജ് എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ 25 എന്നുള്ള റീഡിങ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ആ ഫിഗറിൽ എന്തുണ്ട്, റേഡിയസ് 40 എന്ന് എഴുതിയത് എന്ത് ചെയ്യണം, അത് റേഡിയസ് അല്ല, ഡയമീറ്റർ ആണ് 40 ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സർക്കിളിൻ്റെ ഡയമെൻഷൻ എന്ത് ചെയ്യും, അതിൻ്റേതായ രീതിയിൽ മാറ്റിയിട്ട് എന്ത് ചെയ്തും, ഡയമീറ്റർ 40 എന്നാക്കി മാറ്റും. അതേപോലെ തന്നെ ആ ആദ്യം തന്നെ തെറ്റായ ഫിഗറിൻ്റെ അടിഭാഗത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, 75, 120 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 75, 120 എഴുതിയാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡയമെൻഷൻ ലൈനും പ്രൊജക്ഷൻ ലൈനും ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 75 പിന്നെ 120 എഴുതും. അതിനുശേഷം എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ആ ഡയമെൻഷൻ ലൈനും പ്രൊജക്ഷൻ ലൈനും ക്രോസ് ചെയ്യുന്ന പ്രോബ്ലം ഒഴിവാക്കും. നമ്മൾ ആ ആദ്യം ഡയമെൻഷൻ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാം, 120, 75 എന്നിവ മാർക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ശരിയായ ഫിഗറായി, എല്ലാ ഡയമെൻഷൻസും എന്തായി, റൂൾസ് പ്രകാരം നമ്മൾ മാറ്റി എഴുതി. നമുക്ക് എല്ലാ റീഡിങ്ങും എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ അടിഭാഗത്തു നിന്ന് വായിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഫിഗറിൻ്റെ വലത്തെ സൈഡിൽ നിന്ന് വായിക്കാൻ രീതിയിലാക്കി. അതേപോലെ ഡയമെൻഷൻ ലൈനും പ്രൊജക്ഷൻ ലൈനും ഒന്നും ക്രോസ് ചെയ്യുന്നില്ല. സർക്കിളിൻ്റെ ഡയമീറ്റർ കാണിക്കുന്ന സ്ഥലത്ത് ഡയമീറ്ററും റേഡിയസ് കാണിക്കുന്ന സ്ഥലത്ത് റേഡിയസും എല്ലാം മാർക്ക് ചെയ്ത് ശരിയാക്കി എഴുതി. ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യും, ഒരു തെറ്റായ ഫിഗർ തന്നാൽ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം റൂൾസ് പ്രകാരം മാറ്റി എഴുതാൻ സാധിക്കും.